ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആണ്. സോ ഇടവിട്ടാണ് വീഡിയോസ് വരുന്നത്. തോട്ട്സിന് ചേഞ്ച് ഉണ്ടാകാം, എനർജി ചേഞ്ച് ഉണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡിസ്കൗണ്ട് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓഫർ കഴിയുന്ന സമയത്ത് നമ്മളുടെ ഒറിജിനൽ പേയ്മെൻ്റ് ആയിരിക്കും എങ്ങനെയാണെങ്കിലും അത് വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പം ആ സമയത്ത് നിങ്ങൾ ഡിസ്കൗണ്ട് സ്ഥിരമായിട്ട് വരുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമ്മൾ ഓഫറുകൾ, ഞാൻ എപ്പോഴും ഓഫറുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഞാൻ ഡിസ്കൗണ്ട് ഞാൻ വെക്കണമെന്നില്ല. കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഓഫറുകൾ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓഫറുള്ള സമയത്ത് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ഓണത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എമൗണ്ട് കുറച്ചിട്ടുള്ള പേയ്മെൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ ബുക്ക് ചെയ്തിട്ടേക്കുക. 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തുള്ളൂ, ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടേക്കുക. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിനനുസരിച്ചാണ് ഞാൻ 1 മുതൽ അങ്ങോട്ടുള്ള ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് അവരുടെ തോട്ട്സ്, എന്താണ് ഇപ്പം നിങ്ങളെക്കുറിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണെങ്കിലും അവരുടെ തോട്ട്സ് എന്താണ്. 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. കൺഫ്യൂഷനാണിത്. സ്റ്റിൽ അവർക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട്. അതിൻ്റെ ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഒരു മിസ് ചെയ്യുന്ന എനർജിയാണിത്. അതായത് പ്രസൻസ് ഇല്ലാത്ത ഒരവസ്ഥ, അടുത്തില്ല, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ വിദേശത്തും ഒരാൾ അങ്ങനെയായിരിക്കാം. അതായത് കുറേ നാളത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ, പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ചിന്തിച്ച് മാത്രം ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ, അല്ലാതെ അവർക്ക് പ്രസൻസ് ഇല്ല, കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. മേ ബി അത് ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ആൻഡ് അതുപോലെ ഒരു കൺഫ്യൂഷൻ സ്റ്റിൽ അവർക്കുണ്ട്. കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. ഇതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ മിസ് ചെയ്തിട്ട് മാറിയിരിക്കുമ്പോൾ മിസ് ചെയ്തിട്ട് അവർ ആലോചിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. 6 ഓഫ് കപ്സ് ആണ്. ഇതൊരു റെസ്പോൺസിബിലിറ്റി കാണിച്ചു തരുന്നതാണ്. നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബാധ്യതയായിട്ടല്ല, പകരം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇപ്പോഴും എന്തൊക്കെയോ തരാനുണ്ട് എന്നുള്ള രീതിയിൽ അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ പെൻഡിങ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് സ്നേഹത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക, തരാൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ്. മേ ബി നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാൾ കാണാതെ നിന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോങ് ഡിസ്റ്റൻസ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാനായിരിക്കാം. എന്തൊക്കെയോ സന്തോഷത്തോടെയുള്ള കാര്യങ്ങൾ. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും തരാൻ ആഗ്രഹമുണ്ട്, ആൻഡ് അത് അവരുടെ കടമയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളുടെ. മേ ബി നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന ആളുകൾ കൂടുതൽ ആളുകളും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയുള്ള റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതായത് ഇവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഈ പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഇവരെന്താ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ദിവസം സ്നേഹിച്ചാൽ 2 ദിവസം അവരുടെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊക്കെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക.
അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അത് അവർ ചെയ്തതിന്റെ ഫലങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. പാസ്റ്റിലെ എന്തെങ്കിലും കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കർമ്മയായിരിക്കും. അതായത് തേർഡ് പാർട്ടി, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയുണ്ട് കൂടെ ഉണ്ടായിട്ടും, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, നല്ലൊരു വ്യക്തി കൂടെ ഉണ്ടായിട്ടും ആ വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങൾ വേറൊരു ആളെ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർമ്മയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയായാലും ലൈഫിൽ തിരിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആകും. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആ സമയത്ത് കൂടുതൽ ടൈം കൊടുത്തത്, അവിടെ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാകും. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ട്രൂത്ത് മനസ്സിലാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. അതൊരു എക്സാമ്പിൾ ആണ്. സോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഈ ഒരു കാര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പം. അതൊരു കർമ്മ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് സമയം അനുകൂലമല്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും സ്നേഹമുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കുന്നതെന്നൊന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ പേഴ്സൺ ഒരു ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 3 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെയുള്ള ഒരു സെലിബ്രേഷൻ ഈ പേഴ്സൺ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടക്കം നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് ഏത് തരത്തിൽ വേണമെങ്കിലും ആകാം. അതാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഡിസ്റ്റൻസിലോ, ലോങ് ഡിസ്റ്റൻസിലോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ളൊരു ഡിസ്റ്റൻസിലോ, കുറേ നാൾ കാണാത്തതിൻ്റെയോ, ഒരാൾ നാട്ടിലും ഒരാൾ വിദേശത്ത് നിൽക്കുന്നതിൻ്റെയോ, എങ്ങനെ വേണമെങ്കിലാകാം. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് എന്ന്, ആ ഒരു പ്രസൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി കൂടെ ഉണ്ടായിട്ടും പ്രിയോറിറ്റി കൊടുക്കാതിരിക്കുമ്പോഴും അതൊരു മിസ്സിങ് തന്നെയാണ്, പ്രസൻസ് ഇല്ലായ്മയാണ്. സോ ആ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ അവർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം തുറന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം അവരുടെ അടുത്ത് തുറന്ന് കാണിക്കണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഭയങ്കരമായിട്ടും അധികാരം കാണിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആക്കണം, അല്ലെങ്കിൽ കുറച്ച് ലൂസായി അത് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, നല്ല രീതിക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണം, കൂടുതൽ ഓപ്പൺ ആകണം എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഹെർമിറ്റ് കാർഡാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ എനർജി തന്നെയാണ് കൂടുതലും കാണുന്നത്. ആൻഡ് ഇവിടെ മാനിഫെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഇവിടെ കിട്ടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം അവർ കൂടുതൽ അട്രാക്റ്റ് ആവുന്നുണ്ട്, കൂടുതൽ അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അട്രാക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ മേ ബി നിങ്ങളുടെ പ്രെയറോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ആത്മാർത്ഥമായിട്ട്, ഇപ്പോൾ ചെയ്തില്ലെങ്കിലും കൂടുതലായിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രോപ്പറായിട്ടൊരു നല്ല രീതിക്ക് തന്നെ അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു മാനിഫെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർക്ക് കൂടുതൽ അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ജസ്റ്റിസ് ആണ്. ഇതിൻ്റെ എല്ലാം ട്രൂത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു ട്രസ്റ്റ് അവർ വിചാരിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും എല്ലാത്തിനും ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ട്രൂത്ത് മനസ്സിലാകും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ ഡിവോഴ്സിന് വേണ്ടി എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിലൊരു തീരുമാനം എടുക്കുക. അത് എക്സ്ട്രാ മെറിറ്റിലാണ് ഞാൻ പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ എടുക്കുക. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ നിങ്ങൾ അറിയാൻ പോകുകയാണ്. അതിനുശേഷം ഞാനൊരു തീരുമാനം പറയാം, അല്ലെങ്കിൽ അതിനുശേഷം ഇതിലൊരു ഡിസിഷൻ എടുക്കാം എന്നൊക്കെ കാത്തിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആണിത്. ഓവറോൾ പറയുകയാണെങ്കിൽ പ്രസൻസ് ഇല്ലായ്മയാണ് ഇവിടെ മെയിനായിട്ടും കാണുന്നത്. സോ ആ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്ന ഒരു പിക്ചർ എന്താണോ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്താണോ, വിട്ട് നിന്ന് ഇരിക്കുന്ന ഒരു വ്യക്തി എന്താണോ, അത് സെയിം അത് തന്നെയാണ് ഈ ഓവറോൾ ആയിട്ട് മുഴുവനായിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.